നമസ്കാരം. കേരളത്തിന് നിരാശ മാത്രം. ഒന്നും നൽകാത്ത കേന്ദ്ര സർക്കാർ. കേന്ദ്ര ബജറ്റിൽ പ്രതീക്ഷ അർപ്പിച്ച് കാത്തിരുന്ന കേരളത്തിന് ലഭിച്ചത് വട്ടപൂജ്യം. കേരളത്തിൽ ഏതെങ്കിലും ഒരു ജില്ലയിൽ ഒരു എയിംസ് ഉണ്ടാകുമെന്ന് എല്ലാവരും പ്രതീക്ഷിച്ചിരുന്നു. പ്രത്യേകിച്ച് കേരളത്തിൽ നിന്ന് BJPക്ക് ഒരു MP സംഭാവന ചെയ്തതിന്റെ പ്രത്യുപകാരമായെങ്കിലും കേരളത്തിലെ ജനങ്ങളെ പരിഗണിക്കുമെന്നായിരുന്നു പ്രതീക്ഷ. എന്നാൽ ഒരു പരിഗണനയും കേരളത്തിന് തന്നില്ല എന്ന് മാത്രമല്ല, കേരളത്തെക്കാൾ ചെറിയ സംസ്ഥാനങ്ങൾക്ക് നൽകിയ പദ്ധതികൾ പോലും കേരളത്തിന് ഇല്ല എന്നതാണ് യാഥാർത്ഥ്യം. കേരളം രാജ്യത്തിന്റെ ഭൂപടത്തിൽ ഇല്ലേ എന്ന ചോദ്യമാണ് ഇപ്പോൾ ജനങ്ങൾ ചോദിക്കുന്നത്. കേരളത്തെ പൂർണ്ണമായും അവഗണിച്ച ബജറ്റിന്റെ വിശദാംശങ്ങൾ പരിശോധിക്കാം. എന്തുകൊണ്ടാണ് കേരളത്തെ ഇത്തരത്തിൽ അവഗണിക്കുന്നത്? കേരളം രാജ്യത്തിന്റെ ഭൂപടത്തിൽ ഇല്ലേ? സൗവർണിക PS ആണ് കൂടെയുള്ളത്. ധനമന്ത്രി നിർമ്മല സീതാരാമൻ അവതരിപ്പിച്ച മൂന്നാം നരേന്ദ്രമോദി സർക്കാരിന്റെ മൂന്നാമത്തെ ബജറ്റിൽ കേരളത്തെ പൂർണ്ണമായും അവഗണിച്ചിരിക്കുകയാണ്. അതായത് കേരളത്തിന് ഒരു എയിംസ് ഇല്ല, അതോടൊപ്പം തന്നെ റെയിൽവേയുമായി ബന്ധപ്പെട്ട പദ്ധതികളില്ല, എടുത്തു പറയാൻ തക്കവണ്ണമുള്ള ഒരു പദ്ധതികളും കേരളത്തിന് ഇല്ല എന്ന് മാത്രമല്ല, കേരളത്തെ അവഹേളിക്കുന്ന തരത്തിലാണ് BJP നേതാക്കന്മാരുടെ ശരീരഭാഷ. എന്തുകൊണ്ടായിരിക്കും കേരളത്തെ ഇത്തരത്തിൽ അവഗണിക്കുന്നത്? എന്തൊക്കെയാണ് ബജറ്റിൽ പ്രഖ്യാപിച്ച, കേരളത്തിന് ഒഴികെയുള്ള മറ്റ് സംസ്ഥാനങ്ങളിൽ പ്രഖ്യാപിച്ച പദ്ധതികൾ? കേരളത്തെ ആവശ്യപ്പെട്ടിട്ടും നടപ്പാക്കാത്ത കാര്യങ്ങൾ എന്തൊക്കെയാണ്? അല്ല, കേരളത്തെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും നിരാശാജനകമായിട്ടുള്ള ഒരു ബജറ്റ് അവതരണമായിരുന്നു. ഇപ്പോഴല്ല, കുറച്ചു നാളായിട്ട് കേരളത്തെ അവഗണിക്കുന്ന രീതിയിൽ തന്നെയാണ് കേന്ദ്രം മുന്നോട്ട് പോകുന്നത്. ഈ പറയുന്ന പോലെ BJPക്ക് കേരളത്തിൽ നിന്ന് നിലവിലൊരു MP ഉണ്ട്. MP ഒരുപാട് വേദികളിൽ പറഞ്ഞതാണ് എയിംസ് വരുമെന്നുള്ള രീതിക്കൊക്കെ. പക്ഷേ ഇന്നത്തെ ബജറ്റില് കേരളത്തിന് എയിംസ് ഇല്ല. ഈ പറയുന്ന പോലെ അതിവേഗ റെയിൽവേയുടെ കാര്യം കഴിഞ്ഞ ദിവസം പറഞ്ഞിരുന്നു. നരേന്ദ്രമോദിയും അമിത്ഷായും തിരുവനന്തപുരത്ത് വന്നപ്പോ എന്തൊക്കെ വാഗ്ദാനങ്ങളാണ് നൽകിയത്? മോദി അടക്കം തിരുവനന്തപുരം കോർപ്പറേഷൻ പിടിച്ച് അതിന്റെ പേരിൽ മോദി വരെ കേരളത്തിൽ വന്നപ്പോ പറഞ്ഞത് എന്താണോ അതിന് വിപരീതമായിട്ടാണ് ബജറ്റ്. കേരളത്തെ ഒരു തരത്തിലും പരിഗണിച്ചിട്ടില്ല. ഈ പറയുന്ന പോലെ ഇന്ത്യയിലെ ഒരു സംസ്ഥാനമല്ലേ കേരളം എന്ന് തോന്നിപ്പിക്കുന്ന തരത്തിലേക്ക് അത്രത്തോളം കേരളത്തോട് അവഗണന കാണിച്ച ഒരു ബജറ്റാണ്. ഇതൊരിക്കലും കേരളത്തിലെ പൊതുസമൂഹത്തിന് അല്ലെങ്കിൽ കേരളത്തിലെ ജനങ്ങൾക്ക് അംഗീകരിക്കാൻ കഴിയുന്ന ഒരു ബജറ്റേ അല്ല. ഈ പറയുന്ന പോലെ BJPയെ വളരാൻ അല്ലെങ്കിൽ BJP ആഗ്രഹിക്കുന്ന പോലെ വളരാൻ കഴിയാത്ത ഒരു സംസ്ഥാനമാണ് കേരളം. അതിന്റെ പക പോക്കുന്നതാണോ എന്ന് പോലും സംശയിക്കേണ്ട തലത്തിലേക്ക് മാറിയിരിക്കുന്നു. നമുക്കറിയാം, ഈ ഓരോ സംസ്ഥാനങ്ങൾക്കും നൽകേണ്ട കാര്യങ്ങൾ ബജറ്റിൽ ഉൾപ്പെടുത്തി ആയിരിക്കണം ബജറ്റ് അവതരിപ്പിക്കേണ്ടത്. പക്ഷെ കേരളത്തിന്റെ കാര്യം വരുമ്പോൾ കേരളത്തോട് വലിയ അവഗണനയാണ്. ഈ പറയുന്ന പോലെ നമുക്കറിയാം, ഓരോ ബജറ്റിലും കേരളത്തോട് കാണിക്കുന്ന മൂന്നാം മോദി സർക്കാരിന്റെ ഓരോ ബജറ്റിലും കേരളത്തോട് കാണിച്ചുകൊണ്ടിരിക്കുന്ന അവഗണനയാണ് ഈ പ്രാവശ്യം അത് തന്നെയാണ് തുടർന്നിരിക്കുന്നത്. കേരളം ഒരുപാട് പ്രതീക്ഷിച്ചിരുന്നു. ഈ പറയുന്ന പ്രീ ബജറ്റ് ചർച്ചയിൽ കേരളം ആവശ്യപ്പെടുന്ന ഒരുപാട് കാര്യങ്ങളുണ്ടായിരുന്നു. അതൊന്നും തന്നെ പരിഗണിച്ചിട്ടുമില്ല. അപ്പൊ കേരളത്തെ സംബന്ധിച്ച് ഏറ്റവും നിരാശാജനകമായിട്ടുള്ള കാര്യമാണ്. എന്തൊക്കെയാണ് കേരളം ആവശ്യപ്പെട്ട പ്രീ ബഡ്ജറ്റ് ചർച്ചയിൽ ആവശ്യപ്പെട്ട കാര്യങ്ങൾ? സ്പെഷ്യൽ ഫിസിക്കൽ കറക്ഷൻ പാക്കേജ്, ഡിഫൻസ് R&D കോറിഡോർ, റെയിൽ എർത്ത് കോറിഡോർ, എയിംസ് കോഴിക്കോടോ പാലക്കാടോ തിരുവനന്തപുരത്ത്. കേരളത്തെ സംബന്ധിച്ചിടത്തോളം എയിംസ് എവിടെ വേണം എന്നുള്ള രീതിയിൽ തർക്കങ്ങൾ പോലും ഉണ്ടായിരുന്നു. അതൊന്നും വേണ്ടി വന്നില്ല. കേന്ദ്രം അതൊന്നും പരിഗണിച്ചിട്ടില്ല. ശബരി റെയിൽ, കശുവണ്ടി കയർ ഹാൻഡ്ലൂം സെക്ടറുകൾക്കുള്ള പാക്കേജുകൾ, കടം വാങ്ങൽ പരിധി ഉയർത്തൽ, മനുഷ്യ വന്യജീവി സംഘർഷം പരിഹരിക്കാൻ 1000 കോടി രൂപ, വിഴിഞ്ഞം തുറമുഖ വികസനം, ഇങ്ങനെ 9ഓളം കാര്യങ്ങൾ ആവശ്യപ്പെട്ടിരുന്നു. പക്ഷെ ഇതൊന്നും തന്നെ പരിഗണിച്ചിട്ടില്ല. നമുക്കറിയാം, കേരളത്തെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും അത്യാവശ്യമായിട്ടുള്ള കാര്യങ്ങളായിരുന്നു ഇതെല്ലാം. പക്ഷെ ഇതൊന്നും പരിഗണിച്ചിട്ടുമില്ല. ഈ പറയുന്ന പോലെ കേരളത്തെ പൂർണ്ണമായി കേന്ദ്രം തഴഞ്ഞു എന്ന് തന്നെ പറയേണ്ടി വരും. ഒരു MLA നിയമസഭാ തെരഞ്ഞെടുപ്പ് വരാനിരിക്കുകയാണ്. എന്നിട്ട് പോലും കേന്ദ്രം നൽകിയ ബജറ്റ് അല്ലെങ്കിൽ ഈ പറയുന്ന പോലെ BJPക്ക് അല്ലെങ്കിൽ BJPയുടെ നേതാക്കൾക്ക് പോലും കേരളത്തിൽ ഒന്നും ഞങ്ങളുടെ സർക്കാർ കേന്ദ്രത്തിൽ ഇരിക്കുമ്പോൾ കേരളത്തിന് ഇത് സ്പെഷ്യലായി തന്നു എന്ന് പറയാം. സ്പെഷ്യൽ എന്നതിനപ്പുറം കേരളത്തിന് വേണ്ടി ഒന്നും തന്നില്ല. കേരളത്തെ അവഗണിച്ചുകൊണ്ടുള്ള ഒരു ബജറ്റ് തന്നെയാണ് ഇത്. കേരളത്തിലെ ജനങ്ങൾക്ക് അംഗീകരിക്കാൻ കഴിയാത്ത ഒരു ബജറ്റ് തന്നെയാണ് കേന്ദ്ര സർക്കാരിന്റേത്. ഇപ്പോൾ നിരവധിയായ പദ്ധതികൾ കേരളം ആവശ്യപ്പെട്ടെങ്കിലും കേരളത്തിന് ഒന്നും തന്നില്ല. 2 പദ്ധതികൾ മാത്രമാണ് കേരളത്തിൽ പ്രഖ്യാപിച്ചത്. ആ പദ്ധതികളുടെ വിശദാംശങ്ങൾ ഒന്ന് നമുക്ക് നോക്കുമ്പോൾ എന്തൊക്കെയാണ്? ഒന്നാമത്തെ പദ്ധതി എന്ന് പറഞ്ഞാൽ നാച്ചുറൽ വേൾഡ് ടൂറിസം. ഒഡീഷ, കർണാടക എന്നീ സംസ്ഥാനങ്ങൾക്കൊപ്പം കേരളത്തിലും കടലാമകളുടെ പ്രജനനത്തിനായും സൗകര്യങ്ങൾ വികസിപ്പിക്കുന്നത് പ്രഖ്യാപിച്ചു. ഈ പറയുന്ന പോലെ കേരളത്തിലെ ജനങ്ങൾക്ക് കിട്ടാത്ത അല്ലെങ്കിൽ കേരളത്തിലെ മനുഷ്യർക്ക് കിട്ടുന്നേക്കാൾ കൂടുതൽ പരിഗണന കേന്ദ്ര സർക്കാർ കടലാമകളുടെ കാര്യത്തിൽ കാണിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് ഒരു അതിശയം. റെയർ എർത്ത് ഇടനാഴി, ഒഡീഷ, ആന്ധ്രാപ്രദേശ്, തമിഴ്നാട് എന്നിവയോടൊപ്പം കേരളത്തിനും റെയർ എർത്ത് ഇടനാഴിയാണ് പ്രഖ്യാപിച്ചിട്ടുള്ളത്. ആകെ 2 പദ്ധതികൾ മാത്രമാണ് കേരളത്തിന് വേണ്ടി മാറ്റിവെച്ചത്. ഇതിനു പുറമെ ആകെയുള്ളത് പൊതു അലോക്കേഷനുകൾ മാത്രമായിരുന്നു. സംസ്ഥാനത്തിനായി 1.4 ലക്ഷം കോടി രൂപ ടാക്സ് ഡിവോല്യൂഷൻ, ഫിനാൻസ് കമ്മീഷൻ ഗ്രാന്റുകൾ എന്നിവ പങ്കുവച്ചതിൽ കേരളത്തിനും നിർബന്ധമായും നൽകേണ്ട മാത്രം വകയിരുത്തി. എന്നാൽ ചില BJP സർക്കാരുകൾ ഭരിക്കുന്ന സംസ്ഥാനങ്ങൾക്ക് വെച്ച പോലെ
കേരളത്തിന്റെ പ്രത്യേക ആവശ്യങ്ങളൊന്നും പരിഗണിക്കാൻ ധനമന്ത്രി തയ്യാറായിട്ടില്ല എന്നതാണ് ഏറ്റവും ദൗർഭാഗ്യകരമായ കാര്യം. എന്നാൽ കേരളവും മലയാളികളും പല മേഖലയിലും ഒന്നാമത് നിൽക്കുന്ന പോലെ ബഡ്ജറ്റിലെ നിരാശയുടെ കണക്കെടുത്താലും ഇപ്പോൾ ഒന്നാമത് നിൽക്കുകയാണ്. പ്രധാന നിരാശകൾ നമുക്ക് ഒന്നുകൂടി പരിശോധിക്കാം. അതായത് ഹൈസ്പീഡ് റെയിൽ, ഇന്ത്യയിൽ ആകെ 7 ഹൈസ്പീഡ് റെയിൽ കോറിഡോറുകൾ പ്രഖ്യാപിച്ചെങ്കിലും കേരളം ഇതിൽ ഉൾപ്പെട്ടില്ല. ഇ ശ്രീധരൻ, മെട്രോമാൻ എന്ന് വിളിക്കപ്പെടുന്ന ഇ ശ്രീധരൻ കഴിഞ്ഞ ദിവസം അവതരിപ്പിക്കുകയും പൊന്നാനിയിൽ ഓഫീസ് തുടങ്ങുകയും ചെയ്ത കേരള അതിവേഗ റെയിൽ ഇതോടെ ജലരേഖയായി മാറിയിരിക്കുകയാണ്. അതായത് ഇ ശ്രീധരൻ പ്രഖ്യാപിച്ച കേരളത്തിൽ നടക്കുമെന്ന് അദ്ദേഹം ഇന്നും പറഞ്ഞത് കേന്ദ്ര സർക്കാർ ഇത് അനുവദിച്ചില്ലെങ്കിലും ഈ പദ്ധതിയുമായി മുന്നോട്ട് പോകും, ഓഫീസിന്റെ പ്രവർത്തനവുമായി മുന്നോട്ട് പോകുമെന്നാണ്. ആ പദ്ധതി കേരളം ഏറെ പ്രതീക്ഷയോടുകൂടി കാത്തിരുന്നതിന് ആ പദ്ധതി ഉണ്ടായില്ല. എയിംസും ശബരി റെയിലും ഈ 2 ആവശ്യങ്ങളും ബഡ്ജറ്റിൽ പരിഗണിച്ചില്ല എന്നതാണ് ഏറ്റവും ദൗർഭാഗ്യകരമായ ഒരു കാര്യം. അതായത് അങ്കമാലി മുതൽ എരുമേലി വരെയായിരുന്നു ഈ ശബരി റെയിൽ നേരത്തെ തന്നെ റെയിൽവേയുടെ വർക്ക്, പാതയുടെ വർക്കടക്കം പല സ്ഥലങ്ങളിലും പൂർത്തീകരിച്ചിട്ടുണ്ട്. അതായത് അങ്കമാലിയിൽ നമുക്ക് കാണാൻ കഴിയും, അങ്കമാലി മുതൽ ഏകദേശം ഒരു 8 കിലോമീറ്റർ നീളത്തിൽ ഇപ്പോൾ തന്നെ ആ റെയിൽപാതയുണ്ട്. അത് എരുമേലി വരെ നീട്ടുന്നതായിരുന്നു ശബരി റെയിൽ പദ്ധതി. എന്നാൽ ആ പദ്ധതി യാഥാർത്ഥ്യമാക്കാൻ ഇതുവരെ സർക്കാരിന് കഴിഞ്ഞില്ല. എയിംസ് കേരളത്തിലെ കോഴിക്കോട്, അതോടൊപ്പം തന്നെ ആലപ്പുഴ, തൃശ്ശൂർ തുടങ്ങിയ നിരവധിയായ പ്രദേശങ്ങൾ എയിംസിന് വേണ്ടി MP-മാർ പറഞ്ഞിരുന്നു. ആ ഒരു സ്ഥലത്തും എയിംസ് വന്നില്ല എന്ന് മാത്രമല്ല, എയിംസിനെ പരിഗണിച്ചത് പോലുമില്ല ഈ സർക്കാർ. എന്നാലും ധനമന്ത്രി നിർമ്മല സീതാരാമന്റെ ബജറ്റ് കേരളത്തെ സംബന്ധിച്ചിടത്തോളം ഏറെ നിരാശാജനകമായ ബജറ്റാണ്. പ്രകൃതി ദുരന്ത സംഹാര താണ്ഡവമാടിയ കേരളത്തെ കൈപിടിച്ചുയർത്താൻ ഒതുങ്ങുന്ന പദ്ധതികളില്ല. ഇത്തരത്തിൽ കേരളം ആറ്റുനോറ്റിരുന്ന ഒരു പദ്ധതികളും നൽകാതെ BJP ഭരിക്കുന്ന സംസ്ഥാനങ്ങൾക്ക് വാരിക്കോരി നൽകിയ കേന്ദ്ര സർക്കാർ BJP ഇതര സർക്കാരുകളുള്ള സംസ്ഥാനങ്ങളെ അവഗണിക്കുന്നതാണ് ബജറ്റിൽ നമുക്ക് കാണാൻ കഴിഞ്ഞത്. 2026 ഏപ്രിൽ മെയ് മാസങ്ങളിലായി രാജ്യത്ത് തെരഞ്ഞെടുപ്പ് നടക്കുന്ന വലിയ 4 സംസ്ഥാനങ്ങൾ ഒരു കേന്ദ്രഭരണ പ്രദേശമുണ്ട്. ആസാം, പശ്ചിമ ബംഗാൾ, തമിഴ്നാട്, കേരളം, അതോടൊപ്പം തന്നെ കേന്ദ്രഭരണ പ്രദേശമായ പുതുച്ചേരി. ഈ 4 സംസ്ഥാനങ്ങളും ഒരു കേന്ദ്രഭരണ പ്രദേശവും എടുത്തു പരിശോധിച്ചാൽ എന്തെല്ലാം ഈ സംസ്ഥാനങ്ങൾക്കും കേന്ദ്രഭരണ പ്രദേശങ്ങൾക്കും നൽകിയിട്ടുണ്ട് എന്ന് നമുക്ക് നോക്കാം. അതോടൊപ്പം ഇതിൽ ആസാം മാത്രമാണ് BJP ഭരിക്കുന്ന സംസ്ഥാനം. ഹിമന്ത ബിശ്വ ശർമ്മയാണ് ആസാമിന്റെ മുഖ്യമന്ത്രി. ആസാമിൽ പൊതു ടാക്സ് പൂളിൽ നിന്നും മുൻ വർഷത്തേക്കാൾ കൂടുതൽ ടാക്സ് ഷെയർ ഇത്തവണ നൽകിയിട്ടുണ്ട്. നിലവിൽ ഈ അനുപാതത്തിൽ വളരെ പുറകിലായ കേരളം കൂടുതൽ ആവശ്യപ്പെട്ടത് പരിഗണിക്കാതിരുന്നപ്പോൾ ഇപ്പോൾ തന്നെ നല്ല ശതമാനം ലഭിക്കുന്ന ആസാമിന് ആ നിരക്ക് ഒന്നുകൂടി കൂട്ടി നൽകിയിരിക്കുകയാണ് കേന്ദ്ര ധനമന്ത്രി. അടുത്ത ബജറ്റിലെ നോർത്ത് ഈസ്റ്റ് ഫോക്കസ് ആസാമിന് ഗുണകരമായിട്ടുണ്ട്. ബുദ്ധിസ്റ്റ് സർക്യൂട്ട് വികസിപ്പിക്കൽ പദ്ധതി, ക്ഷേത്രങ്ങൾ, മൊണാസ്ട്രികൾ സംരക്ഷണം എന്നിവ പുതുതായി പ്രഖ്യാപിച്ചപ്പോൾ ഇൻഫ്രാസ്ട്രക്ചർ വികസനത്തിന് റോഡുകൾ, റെയിൽവേ കണക്ടിവിറ്റി, ഡിസാസ്റ്റർ മാനേജ്മെന്റ് എന്നിവയ്ക്ക് പഴയ അലോക്കേഷനുകളുടെ തുടർച്ചയും ബജറ്റിൽ പ്രഖ്യാപിച്ചു കഴിഞ്ഞു. തമിഴ്നാടിന് എന്ത് ലഭിച്ചു എന്ന് നോക്കാം. തമിഴ്നാടിന് എന്ത് ലഭിച്ചു എന്ന് നോക്കുമ്പോൾ കേരളത്തിൽ ലഭിച്ച റെയർ എർത്ത് കോറിഡോർ തമിഴ്നാടിന് ലഭിച്ചു. എന്നാൽ കേരളത്തിൽ ലഭിക്കാതെ പോയ ഹൈസ്പീഡ് റെയിൽ തമിഴ്നാടിന് അനുവദിച്ചിട്ടുണ്ട് എന്നതാണ് ശ്രദ്ധേയമായ കാര്യം. നിർമ്മല സീതാരാമന്റെ സംസ്ഥാനം കൂടിയാണ് തമിഴ്നാട്. ഹൈദരാബാദ് ചെന്നൈ കോറിഡോർ ടൂറിസത്തിന്റെ ഭാഗമായി പോത്തിഗൈ മലയിൽ ഇക്കോളജിക്കലി സസ്റ്റൈനബിൾ മൗണ്ടൈൻ ട്രെയിലും ബഡ്ജറ്റിൽ പ്രഖ്യാപിച്ചിട്ടുണ്ട്. എന്നാൽ മുഖ്യമന്ത്രി സ്റ്റാലിൻ ആവശ്യപ്പെട്ടിരുന്ന 50% ടാക്സ് ഷെയർ, ജൽജീവൻ മിഷൻ ഫണ്ടുകൾ, 3112 കോടി രൂപ, കോയമ്പത്തൂർ മധുരൈ മെട്രോ എന്നിവ പ്രത്യേകമായി പരിഗണിച്ചിട്ടില്ല എന്ന് നമുക്ക് എടുത്തു പരിശോധിക്കാം. പശ്ചിമ ബംഗാളിൽ ഇതും BJP ഇതര സർക്കാർ ഭരിക്കുന്ന സംസ്ഥാനമാണ്. മമതാ ബാനർജിയാണ് മുഖ്യമന്ത്രി. BJPയുടെ ഏറ്റവും വലിയ പ്രതിയോഗി കൂടിയാണ് മമതാ ബാനർജി. ആ മമതാ ബാനർജി മുഖ്യമന്ത്രിയായ സംസ്ഥാനത്ത് BJP ഏറ്റവും വലിയ പ്രതീക്ഷ അർപ്പിക്കുന്ന സംസ്ഥാനമാണ്. കാരണം BJPക്ക് ഇത്തവണ അവിടെ ഭരണത്തിലേറാൻ കഴിയുമെന്നാണ് അവർ പ്രതീക്ഷിക്കുന്നത്. ബംഗാളിന് എന്താണ് ലഭിച്ചതെന്ന് നോക്കാം. ഡെഡിക്കേറ്റഡ് ഫ്രൈറ്റ് കോറിഡോർ ഡങ്കുനി, ബംഗാൾ മുതൽ സൂറത്ത്, ഗുജറാത്ത് വരെയുള്ള ഡെഡിക്കേറ്റഡ് ഫ്രൈറ്റ് കോറിഡോർ, ഹൈസ്പീഡ് റെയിൽ, പ്രധാന നഗരങ്ങളെ ബന്ധിപ്പിക്കുന്ന കോറിഡോറുകളിൽ ബംഗാളിനെയും ഉൾപ്പെടുത്തി. നാഷണൽ വാട്ടർ വേകൾ, 20 പുതിയ വാട്ടർ വേകൾ പ്രായോഗികമാകും. ഇത് ചരക്ക് നീക്കത്തെ നന്നായി സഹായിക്കും. ഇത്തരത്തിൽ ബംഗാളിനും അവർക്ക് വേണ്ട ചില കാര്യങ്ങൾ നൽകാൻ നിർമ്മല സീതാരാമൻ തയ്യാറായിട്ടുണ്ട്. എന്നാൽ കേരളത്തെ പാടെ അവഗണിച്ച് കേരളം എന്നൊരു സംസ്ഥാനം ഇന്ത്യയുടെ ഭൂപടത്തിൽ ഇല്ലാത്ത രൂപത്തിലാണ് കേരളത്തോട് ഇവർ ഈ നയം ഉണ്ടാക്കിയിരിക്കുന്നത് എന്നതിൽ തർക്കമില്ല.